സമയം അർദ്ധരാത്രി. യൂറോപ്പിലെ ആ തിരക്കേറിയ തുറമുഖത്ത് പതിവ് പരിശോധനകൾക്കിടയിലാണ് റേഡിയേഷൻ അലാം മുഴങ്ങിയത്. റേഡിയേഷൻ പോർട്ടൽ മോണിറ്റർ പെട്ടെന്ന് ചുവന്ന സിഗ്നൽ നൽകി. ഒരു കണ്ടെയ്നറിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരും. നിമിഷങ്ങൾക്കുള്ളിൽ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ആ പ്രദേശം വളഞ്ഞു. കണ്ടെയ്നറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുന്ന ആണവായുധമാണോ അതോ മാരകമായ റേഡിയേഷൻ ആക്റ്റീവ് വസ്തുക്കൾ? ഗീഗർ കൗണ്ടറുകൾ അതിവേഗത്തിൽ ശബ്ദിച്ചു. സ്പെഷ്യൽ ഫോഴ്സ് ലോക്ക് തകർത്ത് കണ്ടെയ്നർ തുറന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. അകത്തേക്ക് കയറിയ കമാൻഡോകൾ ഞെട്ടിപ്പോയി. അവിടെ നമ്മളെന്നും കഴിക്കുന്ന മഞ്ഞ നിറമുള്ള ആയിരക്കണക്കിന് കിലോ വാഴപ്പഴങ്ങൾ മാത്രം. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ജസ്റ്റിൻ. വെൽക്കം ടു ലേൺ ആൻഡ് ലിവ് ഇറ്റ്. വാഴ എന്ന സിനിമ കണ്ട് നമ്മൾ ചിരിച്ചു തീരുമ്പോൾ വാഴയുടെ പിന്നിലെ സയൻസും ആയിരക്കണക്കിന് വർഷത്തെ അതിജീവനത്തിന്റെ ചരിത്രവും നമ്മൾ അറിയാതെ പോകുന്നുണ്ടോ? മനുഷ്യനും വാഴയും തമ്മിൽ DNA തലത്തിൽ സാമ്യമുണ്ടോ? ലോകമെമ്പാടുമുള്ള വാഴകൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണോ? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴയുടെ ചരിത്രം മാത്രമല്ല, അതിന്റെ നിലനിൽപ്പിനായുള്ള വലിയൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. വെൽക്കം ടു ദ വീഡിയോ. ലോകത്തെ അത്യാധുനിക റേഡിയേഷൻ സ്കാനറുകളെ പോലും പറ്റിച്ച നമ്മുടെ ഉച്ചഭക്ഷണത്തിനൊപ്പമുള്ള ഈ പഴം സത്യത്തിൽ ഒരു റേഡിയോ ആക്റ്റീവ് ഭീഷണിയാണ്. ഇതിന് പിന്നിലെ സയൻസ് വാഴപ്പഴത്തിൽ സ്വാഭാവികമായും അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യമാണ്. ഇതിന്റെ ഒരു ചെറിയ ഭാഗം പൊട്ടാസ്യം 40 എന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഒരു ശരാശരി വാഴപ്പഴത്തിൽ ഏകദേശം 12 ബെക്വറൽ റേഡിയേഷൻ ഉണ്ടാകും. ഇതിനെയാണ് ശാസ്ത്രലോകം ബനാന ഇക്വലന്റ് ഡോസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട, ഒരു പഴം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ റേഡിയേഷൻ അളവ് വർദ്ധിപ്പിക്കുന്നില്ല. നമ്മുടെ ശരീരം ഈ പൊട്ടാസ്യത്തിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുന്ന പ്രക്രിയയായ ഹോമിയോസ്റ്റാസിസ് വഴി അധികമുള്ള റേഡിയേഷൻ പുറന്തള്ളുന്നു. അതുകൊണ്ട് തന്നെ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല. നിങ്ങൾക്കറിയാമോ, 10,000 വർഷങ്ങൾക്ക് മുൻപ് വാഴപ്പഴം ഇങ്ങനെ ആയിരുന്നില്ല. വാഴപ്പഴം കഴിക്കുക എന്നത് ഒരു പീഡനമായിരുന്നു. കാട്ടുവാഴപ്പഴങ്ങളിൽ കല്ലുകൾ പോലെയുള്ള വലിയ വിത്തുകൾ നിറഞ്ഞിരുന്നു. മനുഷ്യൻ കാലക്രമേണ മികച്ച ഇനങ്ങളെ തിരഞ്ഞെടുത്തു. അങ്ങനെ വിത്തില്ലാത്ത മാംസളമായ ഇന്നത്തെ പഴങ്ങൾ ഉണ്ടായി. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഇന്നും കാണപ്പെടുന്ന കല്ലുവാഴ പോലുള്ള കാട്ടുവാഴകൾ ഈ പരിണാമത്തിന് മുൻപുള്ള ജനിതക സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇന്നത്തെ വാഴകൾക്ക് വിത്തില്ലാത്തതുകൊണ്ട് അവയ്ക്ക് പ്രകൃതിദത്തമായി വംശവർധന നടത്താൻ കഴിയില്ല. വിത്തില്ലാത്ത ഈ ചെടികൾ പിന്നെ എങ്ങനെയാണ് ലോകം മുഴുവൻ പടരുന്നത്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓരോ വാഴപ്പഴവും യഥാർത്ഥത്തിൽ ഒരു ക്ലോണാണ്. മനുഷ്യനും വാഴയും തമ്മിൽ 60% ജനിതക സാമ്യമുണ്ട്. അപ്പോൾ നമ്മൾ പകുതി വാഴയാണോ? നമ്മൾ ഒരേ ജീവന്റെ കോഡ് പങ്കുവയ്ക്കുന്നു എന്നതാണ് സത്യം. കോശങ്ങളുടെ വിഭജനം, DNA റിപ്പയർ, ഓക്സിജൻ ഉപയോഗിക്കൽ തുടങ്ങിയ അടിസ്ഥാന ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന ഹൗസ് കീപ്പിംഗ് ജീനുകൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെയാണ്. മറ്റൊരു അത്ഭുതകരമായ വസ്തുത എന്താണെന്നോ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഡിയേഷൻ, വാഴപ്പഴത്തിലുള്ള അതേ പൊട്ടാസ്യം 40, കാർബൺ 14 തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്ന ഹോമിയോസ്റ്റാസിസ് എന്ന പ്രക്രിയ വാഴയും ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യനും വാഴയും തമ്മിൽ അടിസ്ഥാനപരമായ വലിയൊരു വ്യത്യാസമുണ്ട്. മനുഷ്യർ ഡിപ്ലോയിഡ് ജീവികളാണ്. അതായത് നമുക്ക് ഓരോ ക്രോമസോമിന്റെയും 2 പകർപ്പുകൾ വീതമാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് വാഴ ട്രിപ്ലോയിഡ് ആണ്. അതായത് അവയ്ക്ക് 3 സെറ്റ് ക്രോമസോമുകൾ ഉണ്ട്. ഈ ക്രോമസോമുകളെ തുല്യമായി വിഭജിക്കാൻ വാഴയ്ക്ക് സാധിക്കില്ല. ഈ 3ാം ക്രോമസോമാണ് വാഴയെ സിറയിലാക്കുന്നത്. വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും വാഴയുടെ ചുവട്ടിലെ റൈസോം എന്ന ഭൂഗർഭ തണ്ടിൽ നിന്ന് പുതിയ മുളകൾ അഥവാ കന്നുകൾ വളർന്നു വരുന്നു. ഈ കന്നുകളെ വേർപെടുത്തി നട്ടാണ് പുതിയ വാഴകൾ വളർത്തുന്നത്. ഇത് ജനിതകമായി അമ്മ വാഴയുടെ കൃത്യമായ പകർപ്പായിരിക്കും. മലയാളിയെ സംബന്ധിച്ച് വാഴ വെറും ഒരു ചെടിയല്ല, ജനനം മുതൽ മരണം വരെ നീളുന്ന ഒരു വികാരമാണ്. മോനെ, ഒരു പഴമെടുത്ത് കഴിക്ക് എന്ന് അമ്മ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആപ്പിളോ ഓറഞ്ചോ, എന്തിന് ചക്ക പോലും വരില്ല. കാരണം മലയാളിക്ക് പഴം എന്നാൽ അത് വാഴപ്പഴം മാത്രമാണ്. അത്രമേൽ ആഴത്തിലാണ് ഈ ചെടി നമ്മുടെ സംസ്കാരത്തിൽ വേരൂന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്വന്തം വാഴപ്പഴം എവിടെ നിന്നാണ് വന്നത്? ആഗോള തലത്തിൽ വാഴകളുടെ ഉത്ഭവം തെക്ക് കിഴക്കൻ ഏഷ്യയിലാണെന്ന് കരുതപ്പെടുന്നു. പലപ്പോഴും ബനാനയും പ്ലാന്റൈനും നമ്മൾ ഒന്നായി കാണാറുണ്ട്. ശാസ്ത്രീയമായി രണ്ടും മ്യൂസ കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും നേന്ത്രപ്പഴം അന്നജം കൂടുതൽ അടങ്ങിയതും പാകം ചെയ്ത് കഴിക്കാൻ അനുയോജ്യമായതുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പഴംപൊരി ഉണ്ടാക്കുന്നത് ഈ നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കുന്ന ചൂടുള്ള പഴംപൊരിയും നമ്മുടെ സ്വന്തം ഉപ്പേരിയും ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? കേരളത്തിലെ വാഴപ്പഴങ്ങളുടെ വൈവിധ്യം അത്ഭുതകരമാണ്. പൂവൻ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, കദളി, റോബസ്റ്റ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ഇതിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് തൃശ്ശൂരിലെ ചെങ്കാലിക്കോടൻ നേന്ത്രപ്പഴം. സുവർണ നിറവും തൊലിപ്പുറത്തെ ചുവന്ന പാടുകളും ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ തൃശ്ശൂരിലെ ചെങ്കാഴിക്കോട് എന്ന സ്ഥലത്ത് 800 വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് എന്ന്
വിശ്വസിക്കപ്പെടുന്നു. ഈ മഞ്ഞപ്പഴങ്ങൾക്കിടയിൽ ഒരു വിപ്ലവകാരിയെ പോലെ നിൽക്കുന്ന മറ്റൊരു ഇനമുണ്ട്, നമ്മുടെ കപ്പപ്പഴം. ഇതിന്റെ നിറം എങ്ങനെ ഇത്ര ചുവപ്പായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് റെഡ് ഡാക്ക എന്ന ഇനമാണ്. ഇതിന്റെ ഈ പ്രത്യേക നിറത്തിന് കാരണം ഇതിന്റെ ജനിതക ഘടനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നേന്ത്രപ്പഴം AAB ജീനോം ഗ്രൂപ്പിൽ ഉൾപ്പെടുമ്പോൾ കപ്പപ്പഴം വരുന്നത് AAA ജീനോം ഗ്രൂപ്പിലാണ്. അതായത് ഇത് ജനിതകപരമായി കാവൻഡിഷ് പഴങ്ങളോട് കൂടുതൽ അടുത്തതാണെങ്കിലും സ്വഭാവത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇതിന്റെ തൊലിയിലെ ചുവപ്പ് നിറത്തിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡന്റുകളാണ്. സാധാരണ പഴങ്ങളെക്കാൾ കൂടുതൽ വിറ്റാമിൻ സിയും ബീറ്റ കരോട്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, തൃശ്ശൂരിലെ ചെങ്കാലിക്കോടൻ നേന്ത്രപ്പഴത്തിനും തൊലിപ്പുറത്ത് ചുവന്ന നിറത്തിലുള്ള അടയാളങ്ങൾ കാണാറുണ്ട്. ഇതിനെ കര എന്നാണ് വിളിക്കുന്നത്. പക്ഷേ കപ്പപ്പഴം അങ്ങനെയല്ല, അത് മൊത്തത്തിൽ ചുവപ്പാണ്. ഈ വൈവിധ്യങ്ങളാണ് മലയാളിയുടെ പഴം പുരാണങ്ങളെ ഇത്ര സമ്പന്നമാക്കുന്നത്. വൈലോപ്പിള്ളിയുടെ വാഴക്കുല എന്ന കവിത മുതൽ പുത്തൻ സിനിമയായ വാഴ 2 വരെ നമ്മുടെ ജീവിതത്തിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നു. നീ ഒരു വാഴയാണെന്ന് പലപ്പോഴും കളിയാക്കാറുണ്ട് സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തവർ. സിനിമകളിൽ കാണുന്നത് പോലെ പക്ഷെ ആ വാഴയാണ് നാടിന്റെ നിലനിൽപ്പ് എന്ന് നമ്മൾ മറക്കുന്നു. മണ്ണിൽ ഉറച്ചു നിന്ന് വെയിലും മഴയും കൊണ്ട് ഒടുവിൽ തന്റെ എല്ലാ നാടിനായി സമർപ്പിക്കുന്ന വാഴ പോലെയുള്ള മനുഷ്യർ. കളിയാക്കി വാഴ എന്ന് വിളിക്കുമെങ്കിലും സദ്യക്ക് തൂശനിലയും വൈകുന്നേരം ചായക്കൊപ്പം ചൂടുള്ള പഴംപൊരിയും ഇല്ലാതെ നമുക്കെന്ത് ആഘോഷം? ഈ ആഘോഷങ്ങൾക്കിടയിലും ആഗോളതലത്തിൽ വാഴപ്പഴങ്ങൾ ഒരു വലിയ ഭീഷണി നേരിടുകയാണ്. ലോകത്ത് കയറ്റുമതി ചെയ്യുന്ന വാഴപ്പഴങ്ങളിൽ 95% കാവൻഡിഷ് എന്ന ഇനമാണ്. എന്നാൽ അവയെല്ലാം ഒരേ ക്ലോണുകളായതുകൊണ്ട് ഒരൊറ്റ അസുഖം വന്നാൽ ലോകത്തെ മുഴുവൻ വാഴത്തോട്ടങ്ങളും തകരാം. ഈ അപകടം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പനാമ ഡിസീസ് എന്ന മാരകമായ ഫംഗസ് ബാധ ലോകത്തെ വാഴപ്പഴങ്ങളെ കാർന്നു തിന്നുകയാണ്. 1950കളിൽ ഗ്രോസ് മിഷേൽ എന്ന പ്രധാന ഇനം വാഴപ്പഴത്തെ ഈ രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിരുന്നു. ഇന്ന് TR4 എന്ന പുതിയ വേരിയന്റ് കാവൻഡിഷ് പഴങ്ങളെയും ഭീഷണിയിലാക്കും. ഈ രോഗത്തിന്റെ ഗതി നോക്കുക. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ തുടങ്ങി ഇന്ന് അത് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരായ ഇക്വഡോറിൽ വരെ എത്തി നിൽക്കുന്നു. ഇന്ത്യയിലേക്കും ഇത് പടർന്നു കഴിഞ്ഞു. ഇത് വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭക്ഷണ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. സങ്കല്പിച്ചു നോക്കൂ, കാവൻഡിഷ് ഇനം ലോകവ്യാപകമായി തകർന്നാൽ എന്ത് സംഭവിക്കും? ആഗോള വിപണി തകരും, വാഴപ്പഴത്തിന് പൊന്നും വിലയാകും. പക്ഷെ ഇവിടെയാണ് കേരളത്തിന്റെ പ്രസക്തി. നമ്മുടെ ഓരോ പറമ്പിലുമുള്ള ജൈവ വൈവിധ്യം നമുക്കൊരു കവചമാണ്. ഒരു ഇനം നശിച്ചാലും മറ്റൊന്ന് അതിജീവിക്കും. നമ്മുടെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ടത് കേവലം ഗ്രഹാതുരത്വം മാത്രമല്ല, അത് അതിജീവനത്തിന്റെ തന്ത്രം കൂടിയാണ്. 10,000 വർഷത്തെ മനുഷ്യന്റെ അധ്വാനവും സങ്കീർണമായ സയൻസും നമ്മുടെ സംസ്കാരവും ഇതിന് പിന്നിലുണ്ട്. വാഴ വെറും ഒരു പേരല്ല, അത് അതിജീവനത്തിന്റെ അടയാളമാണ്. യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പഴങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന റാക്കിലേക്ക് നോക്കിയാൽ നമുക്കൊരു വലിയ സങ്കടം തോന്നും. അവിടെ കാണുന്ന ആയിരക്കണക്കിന് പഴങ്ങൾക്കും ഒരേ രൂപമാണ്, ഒരേ മണമാണ്, ഒരേ രുചിയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആഗോള ക്ലോണായ കാവൻഡിഷ്. അവിടെയുള്ള പ്രവാസി മലയാളികൾക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ആ വൈവിധ്യങ്ങളാണ്. ആ കൊച്ചു ഞാലിപ്പൂവിന്റെ മധുരവും പാളയംകോടന്റെ ആ ചെറിയ പുളിയും കടും ചുവപ്പിൽ തൊടുത്തു നിൽക്കുന്ന കപ്പപ്പഴത്തിന്റെ സവിശേഷമായ രുചിയും അവർക്ക് അവിടെ വെറും സ്വപ്നം മാത്രമാണ്. നാളെ ഒരു പക്ഷേ നമുക്ക് ആകെ കിട്ടുന്ന ഈ കാവൻഡിഷ് പോലും ഇല്ലാതായേക്കാം. എന്നാൽ നമുക്ക് ഈ ഒരു എക്സ്റ്റിങ്ഷൻ ഒഴിവാക്കാൻ സാധിക്കുമോ? നമ്മുടെ തീൻമേശകളിൽ നിന്ന് കാവൻഡിഷ് പഴങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്നത് തടയാൻ ശാസ്ത്രത്തിന് കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലാണ് ലോകമെമ്പാടുമുള്ള ഗവേഷകർ. പനാമ ഡിസീസിനെതിരെ ശാസ്ത്ര ലോകം നടത്തുന്ന പോരാട്ടം യഥാർത്ഥത്തിൽ ഒരു ത്രില്ലർ സിനിമയേക്കാൾ ആവേശകരമാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് 2017 നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന പ്രശസ്ത ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ്. ശാസ്ത്രജ്ഞനായ ജെയിംസ് ഡെയിലും സംഘവും ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തി. കാട്ടുവാഴകളിൽ നിന്ന് അവർ RGA2 എന്നൊരു പ്രത്യേക പ്രതിരോധ ജീൻ കണ്ടെത്തി. ഈ ജീൻ ഉപയോഗിച്ച് പരിഷ്കരിച്ച കാവൻഡിഷ് വാഴകൾക്ക് TR4 ഫംഗസിനെ വിജയകരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഫീൽഡ് ട്രയലുകളിലൂടെ അവർ തെളിയിച്ചു കഴിഞ്ഞു. അതായത് വംശനാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന കാവൻഡിഷ് പഴങ്ങളെ രക്ഷിക്കാനുള്ള മാന്ത്രിക താക്കോൽ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കയ്യിലുണ്ട്. പക്ഷേ പ്രതിരോധം മാത്രം പോരാ, രോഗത്തെ നേരത്തെ തിരിച്ചറിയുകയും വേണം. ഡിറ്റയും സംഘവും 2010 പ്ലാന്റ് പത്തോളജി എന്ന ജേണലിൽ വിവരിച്ച അത്യാധുനിക മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് രീതികൾ ഇന്ന് ഈ ഫംഗസിനെ പെട്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. ഇത് രോഗം പടരുന്നത് തടയാൻ അതീവ പ്രധാനമാണ്. കാരണം സ്റ്റെല്ലൻബോഷ് സർവകലാശാലയിലെ വിദഗ്ധനായ ആൽറ്റസ് വിൽജോയിൻ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ഈ ഫംഗസ് മണ്ണിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ പുറത്തു കാണാൻ 6 മുതൽ 24 മാസം വരെ എടുത്തേക്കാം. ആ സമയം കൊണ്ട് രോഗം അറിയാതെ തന്നെ പടർന്നു കഴിഞ്ഞിരിക്കും. ഇവിടെയാണ് ലോക ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ടത്. അവർ തങ്ങളുടെ ടെക്നിക്കൽ മാനുവലിൽ ഊന്നി പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ജൈവ വൈവിധ്യം. ലോകം മുഴുവൻ ഒരു ക്ലോണിന് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ കേരളം കൂടുതൽ സുരക്ഷിതമാകുന്നത് നമ്മുടെ വൈവിധ്യം കൊണ്ടാണ്. പൂവൻ പഴവും ഞാലിപ്പൂവനും ചെങ്കാലിക്കോടനും പടർന്നു നിൽക്കുന്ന നമ്മുടെ പറമ്പുകൾ സത്യത്തിൽ ഈ ആഗോള ഭീഷണിക്കെതിരെയുള്ള സ്വാഭാവികമായ കോട്ടകളാണ്. ഡെനിസ് ലോയ്ലറ്റ് എന്ന ഗവേഷകൻ
ഗവേഷകൻ പറഞ്ഞതുപോലെ നമ്മുടെ ശീലങ്ങളും വിപണിയും മാറാൻ തയ്യാറാകേണ്ടി വരും. കാവൻഡിഷ് എന്ന ഒരൊറ്റ ക്ലോണിന് പകരം വൈവിധ്യമുള്ള പഴങ്ങൾ നമ്മൾ കഴിച്ചു തുടങ്ങണം. ശാസ്ത്രീയമായ ജനിതക മാറ്റങ്ങളും നമ്മുടെ നാട്ടറിവുകളിലെ ജൈവ വൈവിധ്യവും കൈകോർത്താൽ മാത്രമേ വരും തലമുറകളോടും എടാ മോനെ ഒരു പഴം എടുത്ത് കഴിക്കുക എന്ന് സ്നേഹത്തോടെ പറയാൻ നമുക്ക് സാധിക്കൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ഒരേ ജനിതക ഘടനയുള്ള ക്ലോണുകൾ മാത്രമുണ്ടായാൽ ഒരു അസുഖം വന്നാൽ ലോകത്തിലെ മുഴുവൻ വാഴകളും ഇല്ലാതാകും. അവിടെയാണ് ജൈവ വൈവിധ്യത്തിന്റെ പ്രസക്തി. ഒന്നിനേക്കാൾ മറ്റൊന്ന് വ്യത്യസ്തമാകുമ്പോഴാണ് അതിജീവനത്തിനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. നമുക്കും വ്യത്യസ്തരായ മനുഷ്യരെ ചേർത്ത് നിർത്താം. ആരെയും വാഴകളെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി ലേൺ ആൻഡ് ലീവ് ഇറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കാം, അത് ജീവിതത്തിൽ പകർത്താം. സോ ലെറ്റ്സ് ലേൺ ആൻഡ് ലീവ് ഇറ്റ്. Welcome to Learn and Live It, where learning meets life.